രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ അതിശക്തമായ നിലപാടുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും മുന്നോട്ട് വെക്കാറുള്ളത്. പ്രത്യേകിച്ചും CPM-ന് നേരെ പലപ്പോഴും ചോദ്യവുമായി ശ്രീജിത്ത് പണിക്കർ രംഗത്ത് വരാറുള്ളതും നാം കണ്ടിട്ടുണ്ട്. ചാനൽ ചർച്ചകളിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ശ്രീജിത്ത് പണിക്കരുടെ നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് അതിശക്തമായ മഴയ്ക്ക് പിന്നാലെ വെള്ളക്കെട്ടുണ്ടായതും തിരുവനന്തപുരം നഗരത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതിനു പിന്നാലെ അതിരൂക്ഷ വിമർശനവുമായി നഗരസഭയ്ക്കും മേയർക്ക് നേരെ ചോദ്യങ്ങളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ശ്രീജിത്ത് പണിക്കരുടെ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷണം. ശ്രീജിത്ത് പണിക്കരുടെ ഏറ്റവും പുതിയ പോസ്റ്റ് ഇങ്ങനെയാണ്: ക്യൂബള നഗരമാതാവിന്റെ ഒരു ഭാഗ്യം. ഒരു മാസം മുൻപായിരുന്നതുകൊണ്ട് ആനവണ്ടിയെ വഴിയിൽ തടയാൻ ഒരു കാർ മതിയായിരുന്നു. ഇന്നായിരുന്നുവെങ്കിൽ ഒരു ബോട്ടെങ്കിലും വേണ്ടി വന്നേനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ്. തൊട്ടു പിന്നാലെ നിരവധി പേരാണ് ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കമന്റ് ഇങ്ങനെയാണ്: എന്നാൽ ഞങ്ങൾ ഫ്രഷ് ക്യാപ്സൂൾ ഇറക്കി. എല്ലാവരും മാലിന്യങ്ങൾ ഓടയിലേക്ക് വലിച്ചെറിയാതിരുന്നെങ്കിൽ വെള്ളം പൊങ്ങില്ലായിരുന്നു. ബ്ലഡി പ്രബുദ്ധൻസ് എന്നാണ് മറ്റൊരു കമന്റ്. കൊല്ലാതെ ചേട്ടാ എന്നുള്ളത് മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: ഇനി അങ്ങോട്ട് പ്രളയം തന്നെ. മുഖ്യമന്ത്രി കേരളത്തിൽ തിരിച്ചെത്തിയെന്ന മുഖ്യനും ടീമും ടൂർ പോയി വന്ന് എല്ലാം തടയും എന്ന മറ്റൊരു കമന്റ്. അങ്ങനെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെ കൊണ്ടും തീർന്നില്ല. കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന മറ്റു ചില ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷും കുറിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അഞ്ജുവിന്റെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: മിനിഞ്ഞാന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിരലിലെ സർജറിക്കെത്തിയ കുഞ്ഞിന് നാവൽ സർജറി. ഇന്ന് അപകടത്തിൽപ്പെട്ട ചെറുപ്പക്കാരന് കാലിലിടേണ്ട കമ്പി കയ്യിലിട്ടു. ഇതൊക്കെ കേട്ടപ്പോൾ നാളെ പൈൽസിന് സർജറി ഉറപ്പിച്ച ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജുവിന്റെ കുറിപ്പ്. ഇതിന് പിന്നാലെ നിരവധി പേർ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് അഞ്ജു പാർവതിയുടേത്: എന്തോ തിരുവനന്തപുരത്ത് നല്ല പൊളപ്പം മഴ. ദുബായ് വഴി വന്ന മഴമേഘങ്ങൾ ആയതുകൊണ്ട് നല്ല ഇടിയുണ്ട്, സ്വയംഭൻ മിന്നലുമുണ്ട് എന്ന്. സോളാർ സമരം ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയും ശ്രീജിത്ത് പണിക്കരുടെ നിരീക്ഷണമുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: ഡോക്ടർ ബ്രിട്ടേട്ടൻസ് ക്ലിനിക്ക് സെക്രട്ടേറിയറ്റ് വളയുന്നത് മൂലം സഖാക്കൾക്കുണ്ടാകുന്ന മലബന്ധം വെറുമൊരു ഫോൺ കോളിലൂടെ രമ്യമായി പരിഹരിച്ചു നൽകുന്നു എന്നാണ് മറ്റൊരു പോസ്റ്റ്. തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് രൂക്ഷം, പുറത്തിറങ്ങാനാകാതെ വീട്ടുകാർ എന്ന വാർത്തയുടെ തലക്കെട്ടും മാൻഡ്രക്കിന്റെ പ്രതിമയും പങ്കുവച്ചുകൊണ്ട് ഷൈലന്റ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കുറിപ്പും പണിക്കർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും സോഷ്യൽ മീഡിയയിൽ യുദ്ധം പൊടിപൊടിക്കുമ്പോൾ മറുവശത്തെ തലസ്ഥാനത്ത് വെള്ളക്കെട്ട് വലിയൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. എന്ന് തോന്നുന്നത് മഴ തീർന്നാലേ പറ്റുള്ളൂ. പിന്നെ ഡാമുകളെല്ലാം ക്ലീൻ ചെയ്യണം, അങ്ങനെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അത് മഴയ്ക്ക് മുമ്പേ ചെയ്യേണ്ടതാണ്. മഴയ്ക്ക് മുമ്പേ സർക്കാർ ചെയ്യേണ്ടതാണ്. ഡാമുകൾ ക്ലീൻ ചെയ്യണം. ഡാമുകൾ ക്ലീൻ ചെയ്യാൻ വെള്ളം പോവുള്ളൂ. അതേ ഉള്ളൂ പരിഹാരം. ഒറ്റ രാത്രി കൊണ്ട് തലസ്ഥാനവാസികൾക്ക് മുട്ടൻ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. തലസ്ഥാനവാസികൾക്ക് മാത്രമല്ല, മേയർക്കും മുട്ടൻ ചോദ്യങ്ങളുമായി പൊതുജനവും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും തിരുവനന്തപുരം നഗരസഭയെ എടുത്തിട്ട് അലക്കുകയാണ്. മേയറുടെ വാഗ്ദാനങ്ങളെല്ലാം മഴയിൽ ഒലിച്ചു. മഴയെ പേടിച്ച് ജീവിക്കേണ്ട ഗതികേടിലാണ് തലസ്ഥാനവാസികൾ. ഒരു മഴ പെയ്യുമ്പോൾ ഭീതിയിലാണ് തിരുവനന്തപുരം നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും കഴക്കൂട്ടത്തുമുള്ളവർ. നഗരത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ അഭാവവും ആറുകളിലെയും ഓടകളിലെയും കയ്യേറ്റവും ഒക്കെയാണ് നഗരവാസികൾക്ക് മഴ ദുരിത പെയ്ത്താക്കുന്നത്. ഒക്ടോബറിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം തലസ്ഥാനത്തെ മന്ത്രിമാരും മേയറും ഒക്കെ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പിന്നെ പെയ്ത മഴയിൽ ഒലിച്ചുപോയി. ഒറ്റ രാത്രിയിൽ പെയ്ത മഴയിൽ എല്ലാം നഷ്ടപ്പെട്ട പലരെയും വീണ്ടും തലസ്ഥാനം കണ്ടു. കഴക്കൂട്ടത്തും കുളത്തൂരും ഒക്കെ ഹൃദയഭേദകമായ കാഴ്ചകൾ. ഇത് എത്രാമത്തെ തവണയാണ് ഇങ്ങനെ കഴക്കൂട്ടത്തെ വീടുകളിൽ വെള്ളം കയറുന്നത്? ടെക്നോ പാർക്ക് മുഴുവൻ മുങ്ങിയ ഒക്ടോബറിലെ വെള്ളപ്പൊക്കത്തിന് പിന്നാലെ എന്തൊക്കെ വാഗ്ദാന പെരുമഴയായിരുന്നു. തൽക്കാലം മേയറുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം. പഴഞ്ചൊല്ലൊന്ന് മാറ്റിപ്പിടിക്കാൻ പറ്റുമോ മേയറമ്മേ എന്നാണ് ചോദ്യം. തോടുകളിലെ കയ്യേറ്റം പഠിക്കാനും നടപടി സ്വീകരിക്കാനും സബ് കളക്ടറെ ചുമതലപ്പെടുത്തിയെങ്കിലും 7 മാസമായിട്ടും പഠിച്ചു തീർന്നില്ല. ഡ്രെയിനേജുകളിലേക്ക് മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി വലിയൊരു കോമഡിയായി മാറി. ഉള്ളൂർ, പട്ടം, ആമഴഞ്ചാൻ തോടുകൾ മാലിന്യമുക്തമാക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായെന്ന് ചോദിക്കുന്നില്ല. ആർക്കും മിണ്ടാട്ടവുമില്ല, ഉരിയാട്ടവുമില്ല. പ്രഖ്യാപിക്കുന്നവർക്ക് നാണമില്ലെങ്കിലും ചോദിക്കുന്നവർക്കെങ്കിലും നാണം വേണമല്ലോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച. പ്രഹസന ശുചീകരണം ഒഴിവാക്കി കാര്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നഗരം മുങ്ങുമെന്ന് മാത്രമാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളതെന്നാണ് മേയറോട് തലസ്ഥാനവാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റമഴയിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് തലസ്ഥാനം. സ്മാർട്ട് റോഡ് നിർമ്മാണം നടക്കുന്ന ഇടങ്ങളും താഴ്ന്ന പ്രദേശങ്ങളും ഒക്കെ വെള്ളത്തിലാണ്. ചാലക്കമ്പോളത്തിലെ കടകളിൽ വെള്ളം കയറി. ഉള്ളൂർ, മുക്കോലയ്ക്കൽ, കുളത്തൂർ, കുമാരപുരം ഉൾപ്പെടെയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. കോർപ്പറേഷൻ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും 12 മണിക്കൂർ നിർത്താതെ പെയ്ത മഴയാണ് പ്രശ്നമെന്നും ഡെപ്യൂട്ടി മേയർ PK രാജു വ്യക്തമാക്കിയിരിക്കുകയാണ്.
രാത്രി ഏതാനും മണിക്കൂർ പെയ്ത കനത്ത മഴ. അർദ്ധരാത്രി മഴ ശമിച്ചു. പക്ഷേ രാവിലെ നഗരം കണ്ണു തുറന്നത് ഈ വെള്ളക്കെട്ടിലേക്കാണ്. മാസങ്ങളായി സ്മാർട്ട് റോഡ് നിർമ്മാണം തുടരുന്ന അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡ് തോടായി. പണി പൂർത്തിയാകാത്ത ഓടകൾ നീരൊഴുക്കിന് തടസ്സമായി. ചാലയിൽ കടകളിലേക്ക് വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. ശ്രീവരാഹം മുക്കോലിക്കൽ റോഡിൽ മുട്ടപ്പമാണ് വെള്ളം. വീടുകളും വെള്ളത്തിലായി. കുമാരപുരത്തും കുളത്തൂരിലും വീടുകളിൽ വെള്ളം കയറി. ഇതൊക്കെ ഉണ്ടായിട്ടും കണ്ടില്ലെന്ന മട്ടാണ് കോർപ്പറേഷന്. ആകെ മഴ പെയ്തത് 2.5 മണിക്കൂറുകൾ താഴെ. എന്നിട്ടും തലസ്ഥാനത്ത് 12 മണിക്കൂർ നിർത്താതെ മഴ പെയ്തെന്ന് തള്ളിവിട്ടിരിക്കുകയാണ് ഡെപ്യൂട്ടി മേയർ PK രാജു എന്നാണ് വിമർശനം. കോടികൾ ചെലവഴിച്ചെന്നാണ് കോർപ്പറേഷന്റെ അവകാശവാദം. ചെലവഴിച്ചതും വെള്ളത്തിലായി, ജനങ്ങളും വെള്ളത്തിലായെന്നാണ് ഇപ്പോഴത്തെ പരാതി. ഏതായാലും കേരളത്തിൽ മഴ കനക്കുകയാണ്. 4 ജില്ലകളിൽ വരുന്ന 3 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് 3 ദിവസത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ബുധനാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. മെയ് 30ഓടെ കാലവർഷം എത്തിയേക്കും. തിരുവനന്തപുരം ചാക്കയിൽ വെള്ളക്കെട്ടിൽ വീണ് 82 വയസ്സുകാരൻ വിക്രമൻ മരിച്ചു. രാവിലെ വീടിനു മുന്നിലെ വെള്ളക്കെട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം ഒറ്റമഴയിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് തലസ്ഥാനം.